എന്റെ പൊന്നോ, നമ്മുടെ മൺകലത്തിലേക്കുണ്ടല്ലോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തിളക്കാൻ നേരത്തില്ല നമ്മുടെ പപ്പായ ഉണ്ടാ പപ്പായ ഇതുപോലെ മുക്കി താഴ്ത്തിട്ട് ഒരു അടിപൊളി പരിപാടി കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ പരിപാടിയിട്ട് കപ്പ് പരിപ്പിട്ട് വെച്ചിട്ടുണ്ടാ. ഈ പരിപ്പ് ഇതുപോലെ പാത്രത്തിലേക്ക് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച് പരിപ്പുണ്ടല്ല കുക്കർ വയ്ക്കുക. കുക്കറിലേക്ക് നമുക്ക് കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക. മഞ്ഞപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, അടപ്പാണ് അടിച്ചു വെച്ചിട്ട് പുക്കുറ്റി സർവീസിൽ വെച്ചിടുക. 3-4 വിസിൽ പോയതിനു ശേഷം കുക്കർ എടുത്ത് മാറ്റാം, പാൻ എടുത്ത് കയറ്റാം. ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവും. പൊട്ടിത്തവിടാൻ വേണ്ടി കുറച്ച് ഉലുവയിട്ട് കൊടുക്കുക. 5-6 ചോള ചുമന്നുള്ളി ഇതുപോലെ കഷ്ണാക്കി അത് കൂടി കൊടുക്കുക. സംഭവം നമ്മുടെ വെളിച്ചെണ്ണയും ഉലുവയും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ജോയിന്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് 2 പീസ് കൊല്ലമുളക് കൊടുക്കട്ടോ. ഇതുണ്ട് ഇത്രയും സംഭവങ്ങളില്ല. ഇതുപോലെ വഴിഞ്ഞിട്ടാൻ നേരത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കട്ടോ. വേറൊരു അടിപൊളി പരിപാടി വെച്ചാൽ. അപ്പൊ ഇനിയാണ് നമ്മുടെ കലം കൊണ്ടുള്ള കല തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ പച്ചപ്പപ്പായെല്ലാം നുറുക്കി വെച്ചാണ്. ഈ ഒരു സംഭവം ഇതുപോലെ നമ്മുടെ കലത്തിലേക്കും എല്ലാം കൂടി വാരി പെറുക്കിട്ട് കൊടുക്കുക. 2 പീസ് പച്ചമുളക് കീറിയത് അത് കൂടി കൊടുക്കട്ടോ. ശേഷം ഉപ്പിടുക, ഇതുപോലെ വിതറിയിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ മുളകും വെള്ളവും ഉപ്പ് ചേർത്ത് നന്നായിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പൊ ഏകദേശം ഒരു 10-12 മിനിറ്റ് തന്നെ നമ്മുടെ കപ്പങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നോ. അപ്പൊ അടുത്തായിട്ടുണ്ടല്ലോ കുക്കർ എടുക്കുക. കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പരിപ്പ് ഇതുപോലെ എടുത്തിട്ട് സംഗതി കലത്തിലേക്ക് ഇതുപോലെ വാരി കൂട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് പുളിവെള്ളം ഉണ്ടാ. പുളി ഇതുപോലെ ഞെരടി കൂട്ടി അതിന്റെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. സാൾട്ട് ടു ടേസ്റ്റിനായിട്ട് ഉപ്പ് അങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ റെഡി വെച്ച മസാല ചൂടാറിക്കിട്ടുണ്ട്. ഈ സംഗതി മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടപ്പാണ് അടിച്ചും വെച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പും കപ്പങ്ങ ഇതുപോലെ തിളക്കാൻ നേരത്തുണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചാൽ മിക്സില്ല ഇതുപോലെ തട്ടി കൊടുക്കുകയും ചെയ്യട്ടോ. നമ്മുടെ അരപ്പും കൂടി ഒഴിക്കാൻ നേരത്തുണ്ടല്ലോ സംഗതി ഇതുപോലെ അടിപൊളിയായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു പാൻ എടുത്ത് നോക്കിയാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, കരിവേപ്പിന്റെ ഇട്ട് കൊടുക്കുക. സംഗതി ഇതുപോലെ താളിച്ചാണ്ട് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സംഗതി വേറെ ലെവൽ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത്ര റെഡി ആക്കി എടുത്തിട്ടില്ല. നല്ല അടിപൊളി വറ പുളിങ്കറി റെഡി ആക്കി എടുക്കട്ടോ. ഇത് പാലക്കാടുകാരുടെ സ്വന്തം കറിയാണ്. സംഗതി പാലക്കാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. എന്റെ പൊന്നാറ മക്കളെ, ഈ സംഗതി ഉണ്ടല്ലോ ഇതുപോലെ വാരിക്കോരി ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ കുഴച്ചടിക്കാൻ സംഗതി വേറെ ലെവൽ ടേസ്റ്റ് ആർന്നൂട്ടാ. ഒന്നും പറയാനില്ല, അടിപൊളിയാർന്നൂട്ടാ. സാധാരണ നമ്മുടെ കപ്പങ്ങയും പരിപ്പൊക്കെ ഒഴിക്കുന്ന ടേസ്റ്റ് ആണെന്ന് ആരും വിചാരിക്കട്ടാ. സംഗതി അരപ്പൊക്കെ ഉണ്ടല്ലോ, അരപ്പൊക്കെ ഒഴിച്ചുണ്ടാക്കാൻ നേരത്ത് സംഗതി വേറെ കിടിലൻ ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.